പല രൂപത്തിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. പല ഓപ്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് സൈറ്റിൽ മിക്സർ മെഷീൻ കൊടുന്ന് മണ്ണും സിമെൻറ്റും മെറ്റലൊക്കെ അളന്നിട്ട് അത് തലയിൽ ചട്ടിക്ക് ചുമന്ന് കൊണ്ടുപോയിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മെയിനായിട്ട് നമ്മൾ PCC അതുപോലെ ഫൂട്ടിങ് അത്ര ഏരിയകളാണ് മെയിനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് മെയിൻ സ്ലാബൊക്കെയാണ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലാഡർ ലിഫ്റ്റിൻ്റെ കൂടെ സഹായത്തോടു കൂടെ മിക്സർ മെഷീനിൽ മിക്സ് ചെയ്ത് അത് നേരെ ലാഡർ ലിഫ്റ്റിൻ്റെ ബക്കറ്റിലിട്ട് അത് നേരെ സ്ലാബിൻ്റെ മേലേക്ക് എത്തിച്ച് അങ്ങനെ നമുക്ക് ആ സ്ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് റെഡിമിക്സ്. റെഡിമിക്സൊക്കെ ഡയറക്റ്റ് വണ്ടിയൊക്കെ തൊട്ടടുത്തേക്ക് എത്തുന്ന ഒരു കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റെഡിമിക്സിൻ്റെ വാഹനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല കുറച്ച് ലോങ്ങിലേക്കോ അല്ലെങ്കിൽ സ്ലാബാണ് ചെയ്യുന്നത് കുറച്ച് ഹൈറ്റിലേക്കൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ റെഡിമിക്സ് തന്നെ ഒരു പമ്പും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മേലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ലോങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ അടുത്ത കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളെ ബൂം പ്ലേസർ എന്ന് പറയുന്നത്. ബൂം പ്ലേസർ ആകുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്ന് സ്ലാബൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അത്. നമുക്ക് ഈ ബൂം പ്ലേസർ വെച്ചിട്ട് തന്നെ നമുക്ക് പ്ലിന്ത് ബീമും കൂടെ വളരെ നല്ല രൂപത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കേസ് കൂടെയാണ്. പ്ലിന്ത് ബീമിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാം തിക്നെസ് 25 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെയാണ് മിക്കവാറും വരാറുള്ളത്. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ബൂം പ്ലേസർ വെച്ചിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ വിട്ടു പോകുന്ന മറ്റൊരു കാര്യമാണ് ഈ ക്യൂബിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു ഐഡിയ ഇല്ല. അത് എന്താണ് എന്തിനാണത് പലരും ചോദിക്കുന്നതുമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഈ ക്യൂബ് എന്താണ് അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തിനാണ് ഇത് എടുക്കണമെന്നൊക്കെയുള്ള രൂപത്തിൽ സിമ്പിളായിട്ട് ഒരു ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോക്കുറിച്ച് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.